Hello everyone, welcome to Xylem Learning. Amrita Miss ആണ്. With the times, സമയത്തോടൊപ്പം എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ നമുക്ക് ഈ വർഷം പഠിക്കാനുണ്ട് അല്ലേ? ഈ ഒരു ചാപ്റ്ററിൽ സമയത്തിനെ കുറിച്ചും സമയം നോക്കുന്നതിനെ കുറിച്ചും അതേപോലെ കലണ്ടറിനെ കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പലതരത്തിലുള്ള ക്ലോക്കുകളെ കുറിച്ചാണ്. ഓക്കെ, ആദ്യം നമുക്ക് ഒന്നാമത്തെ ആളെ എടുക്കാം. ഇയാളുടെ പ്രത്യേകത എന്താണ്? ഇയാളെയാണ് നമ്മൾ വിളിക്കുന്നത് അനലോഗ് ക്ലോക്ക് എന്ന്. ഇയാളുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കി സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ അനലോഗ് ക്ലോക്കിൽ 1 മുതൽ 12 വരെയുള്ള നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ വീട്ടിൽ ചിലപ്പോൾ സർക്കിൾ ആയിരിക്കും, ചിലപ്പോൾ സ്ക്വയർ ഷേപ്പ് ആയിരിക്കും, അങ്ങനെ പല രീതിയിൽ പല രൂപത്തിൽ ഇയാളെ നമ്മൾ കാണും. പക്ഷെ കുഴപ്പമില്ല, എല്ലാ ക്ലോക്കുകളിലും 1 മുതൽ 12 വരെയുള്ള നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇനി ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കി, ഈ ക്ലോക്കുകളുടെ ഉള്ളിൽ 3 നീഡിൽസ് നമുക്ക് കാണാം. ആരൊക്കെയാണ്? മിനിറ്റ് സൂചി, സെക്കൻഡ് സൂചി, ഹവർ ഹാൻഡ് അല്ലെ, മണിക്കൂർ സൂചി. അങ്ങനെ 3 നീഡിൽസ് ആണ് ഇവരുടെ അടുത്തുള്ളത്. ഇനി ഈ 3 സൂചികളുടെ സ്ഥാനം നോക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സമയം കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. ഇവിടെ നോക്കി, നമ്മളുടെ മണിക്കൂർ സൂചി നിൽക്കുന്നത് 3ന്റെ അടുത്താണ് അല്ലെ, അതായത് കുഞ്ഞ് മണിക്കൂർ സൂചി എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കും അല്ലെ, കൂട്ടത്തിലേക്ക് വെച്ച് ഏറ്റവും ചെറുതായിരിക്കും, കുറച്ച് തിക്കായിരിക്കും. അവര് നിൽക്കുന്നത് നമ്മളുടെ 3ന്റെ അടുത്താണ് അല്ലേ. പിന്നെ മിനിറ്റ് സൂചി എന്ന് പറഞ്ഞാൽ നീളം കൂടിയതായിരിക്കും, കുറച്ച് തടി ഉണ്ടായിരിക്കും. അത്ര മണിക്കൂർ സൂചിന്റെ അത്ര ഇല്ലെങ്കിൽ കുറച്ച് തിന്നായിരിക്കും. നമ്മൾ എവിടെയാ നിൽക്കുന്നത്? ഏറ്റവും നീളം കൂടിയതായിരിക്കും. എവിടെയാ നിൽക്കുന്നത്? 12ലാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? സമയം 3 മണിയായി. സെക്കൻഡ് സൂചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടത്തിലേക്ക് വെച്ച് ഏറ്റവും തിന്നായിട്ടുള്ള ആളാണ് നമ്മുടെ സെക്കൻഡ് സൂചി. ഓക്കെ, അപ്പൊ ഈ 3 നീഡിൽസ് ആണ് അനലോഗ് ക്ലോക്കിൽ സമയം കൃത്യമായിട്ട് തീരുമാനിക്കുന്നത്. ഇവരുടെ സ്ഥാനം നോക്കി നമ്മൾ സമയം കറക്റ്റ് ആയിട്ട് പറയും. ഈ രണ്ടാമത്തെ കൂട്ടർ എടുത്താലോ? ഈ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്ലോക്ക് എന്ന് പറയുന്നതാണ് ഡിജിറ്റൽ ക്ലോക്ക്. ഇവിടെ സൂചികളൊന്നും തന്നെ ഇല്ല, കൃത്യമായിട്ടുള്ള സമയം എഴുതി അങ്ങനെ കാണിച്ചു തരും. നമ്മുടെ കുഞ്ഞു മക്കളുടെ ഒക്കെ കയ്യിലുള്ള വാച്ചിലൊക്കെ നമുക്ക് ഡിജിറ്റൽ ടൈം ആണ്, കാരണം അവർക്ക് സൂചി ഒന്നും നോക്കാൻ അറിയത്തില്ലല്ലോ. അപ്പൊ അവർക്ക് ഈ സമയം ഇങ്ങനെ എഴുതി കാണിക്കുകയാണ് വേണ്ടത്. അപ്പൊ അവർക്ക് വേണ്ടിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ ഡിജിറ്റൽ ക്ലോക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ സമയം കൃത്യമായിട്ട് എഴുതി കാണിക്കും. ഇതൊന്നും കൂടാതെ തന്നെ വേറെ 2 ടൈപ്പ് ഓഫ് ക്ലോക്കുകൾ ഉണ്ട്. ഒന്ന് 12 അവർ ക്ലോക്കും ഒന്ന് 24 അവർ ക്ലോക്കും. 12 അവർ ക്ലോക്കിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇതേപോലെ തന്നെ സമയം രാവിലെ മുതൽ വൈകുന്നേരം വരെ 12 ഡിവിഷൻ വെച്ചിട്ടാണ് 12 അവർ ക്ലോക്ക് നോക്കുന്നത്. പക്ഷെ 24 അവർ ക്ലോക്ക് നോക്കുന്നത് നമ്മൾ റെയിൽവേ ടൈം ഒക്കെയാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവും അല്ലേ? അപ്പൊ ഇതെല്ലാം തന്നെ നമ്മുടെ പൃഥ്വി ബാച്ചിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും ഇതിന് അറിയില്ല എങ്കിൽ വേഗം തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് നമുക്ക് ഈ ഭാഗമൊക്കെ സെറ്റ് ആയിട്ട് പഠിക്കാം. അപ്പൊ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. സൂപ്പർ ആയിട്ട് പഠിക്കാം.